തിയേറ്റർ എ ക്ലാസ് തിയേറ്റർ ഉള്ളി. അത്രയ്ക്ക് ഹെവി ഫിലിമാണത്. ഇതൊരു ഹെവി ഫിലിമാണ്. പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ പാർട്ട് 3 ആണോ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് ഈ റൂട്ട് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് പാർട്ട് 1 കണ്ടപ്പോൾ അത് വലിയ സിനിമയായിട്ട് തോന്നി. പാർട്ട് 2 കണ്ടപ്പോൾ എനിക്ക് പാർട്ട് 1-നെക്കാളും 2 സൂപ്പറാണെന്ന് തോന്നി. പാർട്ട് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോൾ പാർട്ട് 3 വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാർട്ട് 3 ആണ്. കാരണം അന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവതാർ എന്താണോ അത് കൃത്യമായിട്ട് പോണ്. പിന്നെ അതിനൊഴുക്കി വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്. പിന്നെ ഈ പടത്തില് എന്തിനാണ് മനുഷ്യൻ അങ്ങോട്ട് പോയിരിക്കണെന്നൊന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. പണ്ടോറയിൽ പോയിരിക്കുന്നത് മനുഷ്യൻ പൊതുവെ എവിടെ സമ്പത്തുണ്ടെങ്കിലും കൊള്ളയടിച്ച് കൂട്ടി വെച്ചിട്ട് ചത്തുപോകാൻ താല്പര്യമുള്ളവരാണ്. നമ്മൾ എവിടെ നോക്കിയാലും മതി. അതായത് ഈ പണ്ടോറയിലെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ലോകമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള രത്നങ്ങളെന്ന് പറയാം, ലോകം തന്നെ എന്ന് പറയാം. ഒരു കിലോയ്ക്ക് ഇന്ത്യൻ മണിയിൽ അവർ 1400 1500 കോടി വരും ഒരു കിലോയ്ക്ക്. അപ്പോൾ അത് പല നമ്മൾ ഇതുവരെ സയൻസ് കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല ലോഹങ്ങളായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനെ മൾട്ടി ലെവലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ലോഹം കൊണ്ട് പിന്നെ പറയുന്നത്. അതായത് നമ്മൾ എക്സാമ്പിൾ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനാണെങ്കിൽ ഒരു ചാർജർ ഡെയിലി മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വരും ആ ലോഹം എടുത്ത് എക്സാമ്പിൾ പറയണം അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈൽ ഒരു 50 വർഷത്തിൽ ഒരു ദിവസം ചാർജ് ചെയ്താൽ മതിയാവും. ഞാൻ അതിന്റെ എക്സാമ്പിൾ 50. നിങ്ങളെ ഒരു കാറ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ആ കാറിൽ ബാറ്ററി നിങ്ങളിപ്പോൾ എത്ര 500 കിലോമീറ്റർ ഓടി ചാർജ് ചെയ്യുമ്പോൾ അവിടുത്തെ അതിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ലോഹം എടുത്ത് വെച്ചിട്ട് കാച്ച് ഒരു കാറിന്റെ ബാറ്ററി മേക്കപ്പ് ചെയ്താൽ അത് ചിലപ്പോൾ 50 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് റീചാർജ് ചെയ്താൽ മതിയാവും. അപ്പൊ മെയിൻ്റെനൻസ് ഇല്ല, അപ്പൊ അതിന് വിലയും കൂടും. എക്സാമ്പിൾ പറഞ്ഞാണ് അത്. അപ്പോൾ ഈ ഒരു വാല്യൂ ഓഫ് മണിയുള്ള സ്ഥലത്ത് തന്നെ പോയിട്ട് അന്യഗ്രഹത്തിൽ പോയിട്ട് അത് ഡ്രിൽ ചെയ്ത് എടുത്തു കൊണ്ടുവരാൻ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾ അത് മനസ്സിലാക്കണം. കോർപ്പറേറ്റ് കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ ഇവിടെ നിന്ന് ആളങ്ങോട്ട് ഇവിടെയാണ് സൈന്യമായിട്ടും സയന്റിസ്റ്റുകളായിട്ടും എല്ലാം ഇവരവിടെ പോയിട്ട് ഒരു ഫോം ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ദൈവികതയോടെ മീൻസ് അവര് പ്രകൃതിയായിട്ടാണെങ്കിൽ ജീവിക്കുന്നവരാണ്. അവര് ദൈവികതയെല്ലാം പ്രകൃതിയാണ്. അവര് അതിനെ എതിർക്കുന്നത് കൊണ്ട് അവരവിടെ നിന്ന് വൈറ്റ് വാഷ് ചെയ്ത് വാർണിഷ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ സാധനം എടുക്കാൻ പോകണം. അപ്പൊ അവരിൽ ഒരാളായിട്ട് ഇവരിലുള്ള ആളിനെ നമ്മളിലുള്ള ആളിനെ സൃഷ്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് വിടുകയാണ്. അതിൽ ഇത് മരിച്ചു പോണവരിൽ ചിലര് ആത്മാവിനെ എടുത്തിട്ട് റീബർത്ത് ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയുടെ സെല്ല് എടുത്തിട്ട് അതിനെ എടുത്തിട്ട് അതിനകത്ത് അയാളുടെ ക്യാരക്ടർ ആത്മാവിന്റെ റീബർത്തും കൊടുത്ത്